അങ്ങനെ ഈ സീസണിലെ അവസാന ലീഗ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു. ഹൈദരാബാദ് എഫ്സിക്കെതിരെ 3-1 എന്ന സ്കോർ ലൈനിലാണ് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയത് ഐമനും സക്കായും നിഹാലുമാണ്. അതുപോലെ ഹൈദരാബാദ് എഫ്സിക്ക് വേണ്ടി ഗോൾ നേടിയത് ജാവോ വിക്ടറാണ്. ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ടത് ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ കോൺട്രിബ്യൂഷനാണ്. ആ 3 ഗോളിലും ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഐമൻ നേടിയ ഗോള് അത് സൗരവിന്റെ അസിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ സക്കായി നേടിയ ഗോള് അതിലും സൗരവിന്റെ അസിസ്റ്റ് കാണാൻ സാധിക്കും. ലാസ്റ്റ് ഗോളായ നിഹാലിന്റെ ഗോളിലും മലയാളി താരമായ ഐമന്റെ അസിസ്റ്റ് കാണാൻ സാധിക്കും. സോ ഈ 3 ഗോളിലും ഇന്ത്യൻ താരങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതുപോലെ ഗോൾ കീപ്പറായ ലാറ ശർമ്മയുടെ പെർഫോമൻസും ഇംപ്രസീവായി തോന്നി. ഇതൊക്കെയാണ് ഈ ഒരു മത്സരത്തെ പറ്റി പറയാനുള്ളത്. ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഒഡീഷ എഫ്സിക്കെതിരെയാണ്. അത് ഒരു നോക്കൌട്ട് മത്സരമാണ്. ആ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ചില താരങ്ങൾ ഉണ്ടാവില്ല. അതിലൊരു താരമാണ് നവോച്ച സിംഗ്. നവോച്ചയ്ക്ക് ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിൽ റെഡ് കാർഡ് ലഭിച്ചിരുന്നല്ലോ. ഇതിനെ തുടർന്ന് AFFന്റെ ഡിസിപ്ലിനറി കമ്മിറ്റി നവോച്ചയ്ക്ക് 3 മത്സരം വിലക്കും 20,000 രൂപ പിഴയും ചുമത്തിയിരിക്കുന്നത്. ഇത് കാരണം നവോച്ചയ്ക്ക് അടുത്ത മത്സരത്തിൽ കളിക്കാൻ കഴിയില്ല. ആ ഒരു പൊസിഷനിൽ ആര് കളിക്കുമെന്നത് വലിയൊരു ഡൗട്ടുള്ള കാര്യമാണ്. അടുത്തൊരു വാർത്ത നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ താരങ്ങളായ ഡിമിയയും ലൂണയും പറ്റിയുള്ളതാണ്. ഡിമിത്രിയോസ് സ്റ്റെയ്മദാക്കോസും അഡ്രിയാൻ ലൂണയും അടുത്ത മത്സരത്തിൽ കളിക്കുമോ എന്നത് സംശയമാണ് എന്നാണ് ഇവാൻ പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു കാര്യം 100% പറയാൻ കഴിയില്ല എന്നാണ് ഇവാൻ പറയുന്നത്. ചിലപ്പോൾ ഇതൊക്കെ ഇവാന്റെ ഒരു മൈൻഡ് ഗെയിം ആകാം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റായി ഇടുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.